ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനായി യുവതാരം ശുഭ്മാൻ ഗില്ലിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് ചേർന്ന BCCI സെലക്ഷൻ കമ്മിറ്റിയാണ് ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജൂൺ 20-ന് ലീഡ്സിൽ ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര പരമ്പരയിൽ 25-കാരനായ ഗില്ലായിരിക്കും ടീമിനെ നയിക്കുക. രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചതോടെയാണ് ഇന്ത്യ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനെ തേടിയിരിക്കുന്നത്. രോഹിത്തിന് പിന്നാലെ വിരാട് കോഹ്ലിയും ടെസ്റ്റ് ടീമിൽ നിന്ന് വിരമിച്ചിരുന്നു. ഇതോടെ ഇംഗ്ലണ്ടിനെതിരെ പുതിയ ടീം ഇന്ത്യയായിരിക്കും കളത്തിലിറക്കുക. അതേസമയം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ. 16-അംഗ ടീമിനെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നത്. പരിക്ക് കാരണം മുതിർന്ന താരം മുഹമ്മദ് ഷമി ടീമിലില്ല. അതേസമയം മലയാളി താരം കരുൺ നായർ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ടീം നിര ഇങ്ങനെയാണ്: ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായും, ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായും വിക്കറ്റ് കീപ്പറായും, SSV ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ, അഭിമന്യു ഈശ്വർ, കരുൺ നായർ, നിതീഷ് റെഡ്ഡി, രവീന്ദ്ര ജഡേജ, ധ്രുവ് ജുറേൽ, വാഷിംഗ്ടൺ സുന്ദർ, ഷാർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ആകാശ് ദീപ്, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് കരുൺ നായർ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സായ് സുദർശൻ ആദ്യമായാണ് ടെസ്റ്റ് ടീമിൽ ഇടം നേടുന്നത്. കൗണ്ടി ക്രിക്കറ്റിലെ മികച്ച പ്രകടനമാണ് സായ് സുദർശന് ടീമിൽ ഇടം നേടിക്കൊടുത്തത്. അതേസമയം ജസ്പ്രീത് ബുംറ 5 ടെസ്റ്റുകളും കളിക്കില്ലെന്ന് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗർക്കർ സ്ഥിരീകരിച്ചിരുന്നു. ബുംറ 4-3 ടെസ്റ്റുകൾക്ക് മാത്രമേ കളിക്കൂ. ഫിസിയോകളും മുഴുവൻ മാനേജ്മെന്റും ബുംറയുടെ ജോലിഭാരം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2020-ലാണ് ഗിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറുന്നത്. ഗിൽ ഒരിക്കലും ടെസ്റ്റ് മത്സരങ്ങളിലോ ഏകദിനങ്ങളിലോ ടീം ഇന്ത്യയെ നയിച്ചിട്ടില്ല. പക്ഷേ 5 T20 മത്സരങ്ങളിൽ ടീമിനെ നയിച്ചിട്ടുണ്ട്. 32 ടെസ്റ്റുകളിൽ ശുഭ്മാൻ ഗിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 35.35 ശരാശരിയിൽ 1893 റൺസ് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഹോം 42.03 ശരാശരിയും എവേ 27.53 ശരാശരിയും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. വരാനിരിക്കുന്ന പരമ്പര ഗില്ലിൻ്റെ ആദ്യത്തെ പൂർണ്ണ ഇംഗ്ലണ്ട് പര്യടനമായിരിക്കും. 2021-ലും 2023-ലും ഇംഗ്ലണ്ടിൽ 2 WTC ഫൈനലുകളിൽ ഗിൽ കളിച്ചിരുന്നു. 2025-27 WTC സൈക്കിളിലെ ഇന്ത്യയുടെ ആദ്യ മത്സരമാണ് ഇംഗ്ലണ്ടിൽ നടക്കാൻ പോകുന്നത്. ആദ്യ ടെസ്റ്റ് ഹെഡിങ്ങിലും, രണ്ടാമത്തെ ടെസ്റ്റ് എഡ്ബാസ്റ്റണിലും, മൂന്നാമത്തെ ടെസ്റ്റ് ലോർഡ്സിലും, നാലാമത്തെ ടെസ്റ്റ് ഓൾഡ് ട്രഫോർഡിലും, 5-ാമത്തെ ടെസ്റ്റ് ഓവലിലുമാണ് നടക്കുന്നത്.